ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. പാർലമെന്റ് വളപ്പിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഉന്നത നേതാക്കളുടെയും പ്രതിമകൾ ഒരു സ്ഥലത്ത് തന്നെ കണ്ട് ആദരമർപ്പിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കുന്ന പ്രേരണ സ്ഥൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജ്യത്തിന് സമർപ്പിച്ചു. സന്ദർശകർക്ക് ഉന്നത നേതാക്കളുടെ ജീവചരിത്രവും സന്ദേശവും നവസാങ്കേതിക വിദ്യയിലൂടെ ലഭ്യമാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ, അമർനാഥ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. ജമ്മു ഡിവിഷനിൽ നടപ്പിലാക്കിയ ഏരിയ ഡൊമിനേഷൻ പ്ലാൻ, സീറോ ടെറർ പ്ലാൻ എന്നിവയിലൂടെ ഭീകരതയ്ക്കെതിരായ വിജയം ആവർത്തിക്കാൻ അദ്ദേഹം ഏജൻസികളോട് നിർദ്ദേശിച്ചു. നൂതന ആശയങ്ങളിലൂടെ ഭീകരവാദം തുടച്ചു നീക്കി മാതൃക സൃഷ്ടിക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം ചേരും. ഈ മാസം 29 ആരംഭിച്ച് ഓഗസ്റ്റ് 19 അവസാനിക്കുന്ന അമർനാഥ് തീർത്ഥാടനം സുഗമമാക്കുന്നതിന് റോഡ് സൗകര്യം, ജമ്മു ശ്രീനഗർ ഹൈവേ എന്നിവ ചർച്ചാ വിഷയമാകും. ജമ്മുകാശ്മീരിൽ നടന്നുവരുന്ന 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളും അവലോകനം ചെയ്യും. 2025 നടക്കാനിരിക്കുന്ന സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ മണ്ഡല പുനർനിർണയ കമ്മീഷൻ രൂപീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെയും വിഭജനവും അതിർത്തി നിർണയവും നടത്തുന്നതിനാണ് കമ്മീഷൻ രൂപീകരിച്ചത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചെയർമാനായുള്ള കമ്മീഷനിൽ മറ്റ് 4 അംഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ നാളെ സംസ്ഥാനത്ത് വിശ്വാസികൾ ബക്രീദ് ആഘോഷിക്കും. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ ബലിപെരുന്നാളും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കേരളത്തിലെ പള്ളികളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മലയാളികൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ബക്രീദ് ആശംസകൾ അറിയിച്ചു. പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ പകർന്നു നൽകുന്നതെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സമൂഹ മാധ്യമത്തിൽ പാദഹസ്താസനത്തിന്റെ പ്രയോജനങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് ഏവരും പരിശീലിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വയനാട്ടിലെ ഇരുളം, പാമ്പ്ര, ചേലക്കൊല്ലി വനഭാഗത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള സ്മാർട്ട് ഫെൻസിംഗിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി എ കെ ശശീന്ദ്രൻ വിലയിരുത്തി. വനാതിർത്തിയിലെത്തുന്ന മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനൊപ്പം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനും ഈ സംവിധാനത്തിന് സാധിക്കും. വന്യമൃഗ സാന്നിധ്യത്തെക്കുറിച്ച് വനപാലകർക്കും ഇതുവഴി വിവരം ലഭിക്കും. പ്രതീക്ഷിക്കുന്നത് പോലെ ഈ സംവിധാനം വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. CPIM നേതൃയോഗങ്ങൾക്ക് തുടക്കം. 5 ദിവസമാണ് യോഗം. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് യോഗം ചേരുന്നത്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തലുകളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ പത്തനംതിട്ട ജില്ലയിൽ സന്ദർശനം നടത്തും. തിരുവല്ല, പന്തളം, വാഴമുട്ടം, കോന്നി, കീഴ്വായ്പൂർ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. വന്ദേ ഭാരത് സ്ലീപ്പർ ക്ലാസ് ട്രെയിനിന്റെ ട്രയൽ റൺ അടുത്ത 2 മാസത്തിനുള്ളിൽ ആരംഭിക്കും. നിലവിൽ ചെയർ കാറുകൾ മാത്രമുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിനായി ജനങ്ങളിൽ നിന്ന് ആവശ്യം ഉയരുന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. കർണാടകയിലെ ഇന്ധനവില വർധനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സംസ്ഥാന സർക്കാർ ഇന്നലെ പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് കർണാടകയിൽ ഇന്ധനവില 3 രൂപ കൂടിയത്. ഇതുവഴി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്ക് അമിത ഭാരമുണ്ടാക്കിയിരിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30 കേൾക്കാം. തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യ പതിപ്പായിരിക്കും ഇത്. പരിപാടിയുടെ 111-ാം പതിപ്പിലേക്ക് 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പ് വഴിയോ MyGov ഓപ്പൺ ഫോറം വഴിയോ ഈ മാസം 28 വരെ ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.